ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു റിക്കവറിംഗ് മോഡിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ വീണ്ടും 25,000 എന്നുള്ള നിഫ്റ്റിയുടെ ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ ക്രോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നിഫ്റ്റി നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും പോസിറ്റീവ് ന്യൂസുകൾ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ പ്രതീക്ഷ ഉയർത്തിയിട്ടുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. R4iയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഡിഫൻസ് സ്റ്റോക്കുകൾ മൊത്തത്തിൽ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും HAL റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ വന്നിരുന്നു. 26,000 കോടിയുടെ ഒരു കോൺട്രാക്റ്റ് ഡിഫൻസ് മിനിസ്ട്രി HALുമായിട്ട് സൈൻ ചെയ്തു എന്നാണ് ആ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് മെയിനായിട്ട് Su-30 MKI ജെറ്റ് എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുക എന്ന ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് വന്നിട്ടും ഇന്നലെ HAL പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ HAL ഈ ഒരു ഡീല് മുമ്പേ അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ആ അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് HAL വൻതോതിൽ ആ സമയത്ത് തന്നെ റണ്ണപ്പ് നടന്നിരുന്നു. അപ്പോൾ ഒരേ സ്റ്റോക്കിൽ വന്ന ഒരു ന്യൂസിൽ 2 പ്രാവശ്യം മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇന്നലെ അത് മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, HAL പോലെയുള്ള ഇത്തരം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവരുടെ ഓർഡർ ബുക്ക് നിരന്തരമായിട്ട് ഈ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നില്ല എങ്കിൽ ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അത് പല PSU സ്റ്റോക്കുകൾ നമുക്ക് കാണാം. ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളിലായാലും മറ്റ് ഡിഫൻസ് സ്റ്റോക്കുകളായാലും ഷിപ്പിംഗ് സ്റ്റോക്കുകളിലായാലും ഇതേ രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡർ ബുക്കുകൾ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഓൾറെഡി വന്നിട്ടുള്ള ഓർഡർ ബുക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകൾ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള ഒരു റണ്ണപ്പ് ഈ ഓർഡർ ബുക്കുകൾ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകളിലും ഇത്തരത്തിലുള്ള റെയിൽവേ PSU സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറ്റുനോക്കുന്നത് ഇത്തരത്തിലുള്ള ഓർഡർ ബുക്കിൻ്റെ വർധനമാണ്. അപ്പോൾ ഇതൊരു വലിയ ചാലഞ്ചാണ് PSU സ്റ്റോക്കുകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ IPOകളാണ്. SME IPOകളുടെ ഒരു ചാകരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SME IPOകൾ വളരെയധികം റിസ്ക് നിറഞ്ഞതാണ്. വളരെ ബേസിക് ഫണ്ടമെൻ്റൽസ് പോലുമില്ലാത്ത പല IPOകളും മാർക്കറ്റിൽ വരികയാണ്. അവരുടെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 10 crores ഒക്കെ മാത്രമാണ്. 10 crores, 20 crores, 100 crores താഴെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള IPOകളുടെ പിന്നാലെ ആളുകൾ പോവുകയാണ്. തീർച്ചയായും അത് ഹൈലി റിസ്ക് നിറഞ്ഞ IPOകളായിരിക്കും. എന്നാൽ മെയിൻ ബോർഡ് IPOകൾ അങ്ങനെയല്ല. അവിടെ നമുക്ക് ധാരാളം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ IPOകളാണ്. അവൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ 5 IPOകൾ അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിൽ ഓപ്പൺ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട IPO ആണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO. അപ്പോൾ ആ IPO എത്രമാത്രം പോപ്പുലർ ആണെന്ന് കാണിക്കുന്നതാണ് ഇന്നലെ അതിനുണ്ടായിട്ടുള്ള റെസ്പോൺസ്. ഈ മാർക്കറ്റിൽ അത് ഓപ്പൺ ആയിട്ട് വിതിൻ 4 hours 2 times ആണ് അത് ഓവർ സബ്സ്ക്രൈബ് ചെയ്തത്. അതായത് 6,500 കോടിയുടെ ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ് അത് നമ്മൾ ഓർക്കണം. അതും വളരെ ചെറിയ പ്രൈസ് ബാൻഡിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു IPO ആണ് ഇത്രയധികം ഓവർ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ 5 IPOകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലൂടെ ഒരു 90% ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO കാണാൻ കഴിയുന്നത്. രണ്ടാമത് നല്ല ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള IPO എന്ന് പറയുന്നത് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെയാണ്. അത് 50% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ചിട്ട് പറയാൻ കഴിയുക. മറ്റൊന്ന് ക്രോസ് എന്ന് പറയുന്ന ഓട്ടോ കമ്പണീസ് നിർമ്മിക്കുന്ന കമ്പനിയുടെ IPO ആണ്. അത് ഏകദേശം 20% ഓൾറെഡി ക്രോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അതും ഒരു നേരിയതാണെങ്കിലും ഒരു 20% ലിസ്റ്റിംഗ് ഗെയിൻ മോശമല്ലാത്തൊരു ലിസ്റ്റിംഗ് ഗെയിൻ തന്നെയാണ്. മറ്റൊന്ന് ടോളിൻസ് എന്ന് പറയുന്ന കേരള ബേസ്ഡ് ആയിട്ടുള്ള ടയർ കമ്പനിയുടെ IPO ആണ്. അതും ഓൾറെഡി 17% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് തിരുപ്പതി ബാലാജിയുടെ IPO ആണ്. അത് ഓൾറെഡി IPO ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. 46% ഒരു ഗെയിൻ ഓൾറെഡി അത് നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ സെൽ ബൈ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഡിമാൻഡിന് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിൻ. ഏതായാലും ഈ 5 IPOകളും സക്സസ്ഫുൾ ആയിരിക്കാനുള്ള സാധ്യത 100%.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരം IPOകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓവർ സബ്സ്ക്രിപ്ഷൻ കാരണം പിന്നീട് കിട്ടുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. അത് പാൻ കാർഡിൻ്റെ നമ്പേഴ്സ് വെച്ചുകൊണ്ട് വളരെ റാൻഡമായിട്ടാണ് അത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് കൂടുതൽ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ഒരാൾ തന്നെ പല ബ്രോക്കർ പ്ലാറ്റ്ഫോമിലൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്, അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം പാൻ കാർഡ് നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു പാൻ കാർഡേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധ്യത അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് പറയാനുള്ളത് IEX ഷെയറുമായി ബന്ധപ്പെട്ടതാണ്. IEX നമുക്കറിയാം ഇന്ത്യയിലെ ഒരു മൊണോപ്പൊളി പവർ എക്സ്ചേഞ്ച് കമ്പനിയാണ്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് മുന്നേറിയിട്ടുള്ളത് ഏകദേശം 48.88% ആണ്. അപ്പോൾ ഇന്നലെ മാത്രം നമുക്ക് 2% മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് ഇത്രയധികം ലൈം ലൈറ്റിൽ ഇപ്പോൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ജൂലൈ മാസം പുറത്തു വന്നിട്ടുള്ള പവർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഡാറ്റകൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് IEXനെ സംബന്ധിച്ചിടത്തോളം. അത്രമാത്രം ട്രേഡിംഗ് വോളിയമാണ് പവർ മേഖലയിൽ IEX വഴി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 56% ഒരു ഇൻക്രീസാണ്. ഇയർ ഓൺ ഇയറിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്ന 56% വർധനമാണ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് നോക്കുന്ന IEXന് ഏകദേശം 3800ഓളം രജിസ്റ്റേർഡ് ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ 300ലധികം പ്രൈവറ്റ് പവർ ജനറേറ്റിംഗ് കമ്പനികളുമായിട്ടാണ് ഇവർ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ 3300ഓളം ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സിന് ഇവർ സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊണോപ്പൊളി ഈ മേഖലയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് IEX. അപ്പോൾ ആ മൊണോപ്പൊളി ഇല്ലാതാകും എന്നുള്ള ന്യൂസുകളാണ് IEX കഴിഞ്ഞ വർഷങ്ങളിൽ ഡൗൺ ട്രെൻഡ് ആയത്. കാരണം മാർക്കറ്റ് കപ്ലിംഗ് എന്ന ആ ഒരു സംഭവം, അതായത് ഇവരുടെ പ്രൈസ് മൊണോപ്പൊളി എടുത്തു കളയാനുള്ള സാധ്യതകൾ ഗവൺമെൻറ് ആരായാൻ തുടങ്ങിയത് മുതലാണ് IEX ഡൗൺ ആയത്. പക്ഷേ അത്തരം ന്യൂസുകൾ ഇപ്പോഴൊന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ IEX ഇപ്പോഴും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പഴയ ആ ഒരു മൾട്ടി ബാഗർ ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്ന ഈ ഒരു കറണ്ട് പവർ ഡാറ്റകൾ വെച്ച് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ IEX ഷെയർ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് ടാറ്റ ടെക്നോളജി എന്ന് പറയുന്ന IT കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. അത് ഇന്നലെ 3% ഇത് ഡൗൺ ആയതായിട്ട് കാണാം. ഈ ഡൗൺ ആവാനുള്ള കാരണം ടാറ്റ ടെക്നോളജിയുടെ ടാർഗറ്റ് പ്രൈസ് സിറ്റി പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസ് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അവർ സെൽ ചെയ്യാനുള്ള ഒരു കോളാണ് നൽകിയത്. അപ്പോൾ 15% ഡൗൺ ചെയ്തുകൊണ്ട് 945 എന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്ക് പോകുമെന്നാണ് അവരുടെ പ്രവചനം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാറ്റ ടെക്നോളജീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു റിക്കവറി മൂഡിലേക്ക് വന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഈ ഒരു ന്യൂസ് കാരണം അത് 3% താഴോട്ടേക്ക് പോയെങ്കിലും ഇപ്പോൾ ICICI സെക്യൂരിറ്റീസ് പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രോക്കറേജ് കമ്പനികൾ അതിന് ഇപ്പോഴും ടാർഗറ്റ് 1290 എന്ന നിലയിൽ ബൈക്കോളാണ് നൽകുന്നത്. അതുപോലെ JM ഫൈനാൻഷ്യൽസ് പോലെയുള്ള ബ്രോക്കിംഗ് ഹൗസുകൾ 1250 എന്ന ടാർഗറ്റിൽ ബൈക്കോളാണ് നൽകിയതെന്ന് കാണാം. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സിറ്റി പോലെയുള്ള കമ്പനികൾ ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ അവർ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ സ്റ്റോക്കിൽ താല്പര്യം ഉണ്ടാകുമ്പോഴാണ്. വളരെ ചെറിയ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയായിരിക്കാം അവരതിൽ ആരയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡൗൺ ആകുമ്പോൾ വീണ്ടും വാങ്ങി അതിൻ്റെ പ്രൈസ് ഉയർത്തുക എന്ന ഒരു രീതിയാണ് പലപ്പോഴും പല സ്റ്റോക്കുകളും നമുക്ക് കാണുന്നത്. ഇപ്പോൾ KPIT ടെക്നോളജീസിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ പല സ്റ്റോക്കുകളിലും ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകളുടെ ടാർഗറ്റുകൾ നമ്മൾ വളരെയധികം എക്സ്ട്രാ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ന്യൂസ് പ്രീമിയർ എനർജിയുമായി ബന്ധപ്പെട്ടാണ്. തകർപ്പൻ IPO ലിസ്റ്റിങ്ങിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സ്റ്റോക്കാണ് പ്രീമിയർ എനർജീസ്. നമ്മൾ വാരി റിന്യൂവബിൾസ് അതുപോലെ ഇരേഡ പോലെയുള്ള റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള IPOകൾക്ക് കിട്ടിയ അതേപോലെയുള്ള വമ്പിച്ച ഒരു സ്വീകരണമാണ് ഈ സ്റ്റോക്കിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ അത് 11% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ ഈ അടുത്ത് ലിസ്റ്റ് ചെയ്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണിത്. 45% ഒരു മുന്നേറ്റമാണ് ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഈ മുന്നേറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ 215 കോടി ഒരു ഓർഡർ സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തു എന്നുള്ള വാർത്തയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ വീണ്ടും മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ പറക്കുന്ന ഒരു സ്റ്റോക്കിന് പിന്നാലെ പോകുമ്പോൾ വളരെയധികം കോഷ്യസ് ആയിട്ടിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള മുന്നേറ്റം നടത്തിയ ടാറ്റ ടെക്നോളജീസ് ലിസ്റ്റിങ്ങിന് ശേഷം വൻതോതിൽ കയറിയതാണ്. വാരി റിന്യൂവബിൾസ് അങ്ങനെയാണ്.
ഇരയുടെ അങ്ങനെയാണ്. അങ്ങനെ പല സ്റ്റോക്കുകളും ഇങ്ങനെ മുന്നേറിയിട്ട് പക്ഷെ അത് പിന്നീട് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ PE എന്ന് പറയുന്നത് 236 എന്നുള്ള ഹൈ വാല്യുവേഷനിലാണ് ഈ പ്രീമിയർ എനർജി നിൽക്കുന്നത്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ വെറും 61. എന്നാൽ ഈ സ്റ്റോക്ക് മോശമാണോ എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അതിൻ്റെ ബിസിനസ് മോഡൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോളാർ പാനലും അതൊക്കെ ബന്ധപ്പെട്ട ഫ്യൂച്ചർ ഓറിയൻറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ വാല്യുവേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് വളരെയധികം റിസ്ക് നിറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു കൂൾ ഡൗൺ ഈ സ്റ്റോക്കിലുണ്ടാവും. ആ സമയത്ത് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നതായിരിക്കും ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇന്നലെ വാർത്തകളിൽ ഇടം പിടിച്ചത് ഗ്രീവ്സ് കോട്ടൺ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 6% ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗ്രീവ്സ് കോട്ടൺ ഒരു ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനിയാണ്. ഇവരുടെ 2 വീലർ ഇലക്ട്രിക് മോഡൽ വെഹിക്കിൾസിന് ഗവൺമെൻറ്റിൻ്റെ EMPS എന്ന് പറയുന്ന സ്കീമുണ്ട്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോൾ നമുക്ക് സബ്സിഡി ലഭിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കീമാണിത്. അപ്പോൾ ആ സ്കീമിലേക്ക് ഈ കമ്പനിയുടെ ഈ 2 വീലേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു എന്ന വാർത്തയാണ് ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഗവൺമെൻറ് ആ ഒരു സ്കീമിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അടുത്ത മാസങ്ങളിൽ കൂടെ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ കമ്പനി ഓൾറെഡി 3 വീലർ സെഗ്മെൻറ്റിൽ അവരുടെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒല ഇലക്ട്രിക് പോലെ തന്നെ ഈ സ്റ്റോക്കും ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. പക്ഷേ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലുള്ള കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇൻവെസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷ ഇത്തരം സ്റ്റോക്കുകൾ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് കാരണം ഈ സ്റ്റോക്കുകളിലും മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരം സ്കീമുകളിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നേറ്റം ഉണ്ടാകും. കാരണം ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.7% നേരിയ ഒരു സെയിൽസ് ഗ്രോത്താണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ -144%. അതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിൽ എത്രമാത്രം ഈ സ്റ്റോക്ക് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഷോർട്ട് ടേമിൽ ഇത്തരം മൂവ്മെൻറ്റുകൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവും. ഇത്രയുമൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.